ബിസിനസ്സുകളുടെ ആ ഒരു ഷെൽഫ് ലൈഫ് ഭയങ്കരമായിട്ട് ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? കാരണം വെച്ചാൽ പണ്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അതിനൊരു റീസണബിൾ ലൈഫ് സൈക്കിൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാമായിരുന്നു. പക്ഷേ ഇന്നത് നമുക്ക് ഭയങ്കര അൺപ്രഡിക്റ്റബിളായി. പക്ഷേ പല ബിസിനസ് ഓണേഴ്സിനോട് സംസാരിക്കുമ്പം ഇവരുടെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഇവർക്ക് ഇവരുടെ ലൈഫിൻ്റെ എൻഡ് വരെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കാം, റിട്ടയർമെൻറ്റിൻ്റെ ഒരു ആവശ്യമില്ല എന്നുള്ളൊരു പെർസെപ്ഷനിൽ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു മാറ്റം വരേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ? പല ബിസിനസ് ഓണേഴ്സും ചെയ്യുന്ന ഒരു കാര്യം കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ അവർക്ക് അതിൽ നിന്ന് വരുന്ന പൈസ മുഴുവൻ അതിലേക്ക് വേണ്ടിയിട്ട് തന്നെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് എന്ത് പൈസ ഉണ്ടോ അത് മുഴുവൻ ആ ബിസിനസ്സിലേക്ക് തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുക. ഇതൊരു ഫിനാൻഷ്യലി വൈസ് ആയിട്ടുള്ളൊരു ഡിസിഷനാണോ, അതോ ഇവർ മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോസും കൂടെ കൺസിഡർ ചെയ്യേണ്ടതുണ്ടോ? ഇത് ഒട്ടും ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വൈസായിട്ടുള്ളൊരു കാര്യമല്ല. ഇതിനകത്ത് എസ്പെഷ്യലി ഇൻ ടുഡേ സിനാരിയോ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തുടങ്ങാം. ഞാൻ ഹൈദരാബാദ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമുക്കൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു, ലാർജ് അക്കൗണ്ടാണ്. അത് അവർ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്ട് മാനുഫാക്ചേഴ്സ് ഫോർ കാഡ്ബറീസ് ഇന്ത്യ. ഓക്കെ. അപ്പോൾ ഇന്ത്യയിൽ പോകുന്ന എല്ലാ എക്ലയേഴ്സും കംപ്ലീറ്റ് 100% എക്ലയേഴ്സ് ആർ കമ്മിങ് ഔട്ട് ഫ്രം ദർ ഫാക്ടറി. ഓക്കെ. അപ്പോൾ കാഡ്ബറീസ് എല്ലാ വർഷവും ഇൻക്രീസ്ഡ് ഓർഡേഴ്സ് കൊടുത്തുകൊണ്ടിരിക്കും. എവരി ഇയർ ദേ ആർ എക്സ്പാൻഡിങ്. ബോട്ട് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 10-15 കോടി രൂപ ലാൻഡ് ആൻഡ് ബിൽഡിംഗിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തു. അതിനുശേഷം ദേ ടുക്ക് എ മിഷനറി ലോൺ. ഈ ഫിനാൻഷ്യൽ ഓൾമോസ്റ്റ് 18 crores. ഓക്കെ. 18 കോടി ലോൺ എടുത്ത് ഒരു 10-35 കോടി രൂപ സ്പെൻഡ് ചെയ്തിട്ടാണ് അവർ ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മിഷനറി എല്ലാം സെറ്റ് ചെയ്തു ഓവർ എ പീരീഡ് ഓഫ് ടൈം. ആദ്യം ചെറുതായിട്ട് തുടങ്ങി, പിന്നെ എക്സ്പാൻഡ് ചെയ്ത് വലുതായി വന്നു. അപ്പോൾ അവരെല്ലാം ഈ റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇതിൽ സംഭവിച്ചു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ കോവിഡൊക്കെ വന്ന്, കോവിഡിന് തൊട്ട് മുമ്പ് തന്നെ UP കുറച്ചും കൂടെ പോപ്പുലാരിറ്റി കയറി വന്നു. ഓക്കെ. UP ആയിരുന്നു ഇവരുടെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ. ഓക്കെ. ഇന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ എത്ര പേര് എക്ലയർമെൻറ്റായി കണ്ടിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ. കാരണം ഇതുവരെ ഇതിൻ്റെ അകത്ത് ഹെവിലി ഇൻവെസ്റ്റഡ് ആയിരുന്നു. എക്ലയർ എന്ന് പറയുന്ന ഇൻഡസ്ട്രി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഈ ചേഞ്ചിന്റെ പുറത്തായിരുന്നു. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നില്ല, ഏതെങ്കിലും ഒരു കടയിൽ പോകുന്നു, ഈവൻ മെഡിക്കൽ ഷോപ്പിൽ വരെ നമ്മളൊരു 97-98 രൂപ അല്ലെങ്കിൽ ചേഞ്ച് വരുമ്പോൾ രണ്ട് മിഠായി എന്നൊരു കാലമായിരുന്നു പ്രീ കോവിഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇവരുടെ ബിസിനസ്സിനെ ഹിറ്റ് ചെയ്യും. ഓക്കെ. അതായത് പ്രീ കോവിഡ് അല്ലെങ്കിൽ ഈ പ്രീ UPI നമ്മൾ അവരോട് പറയുകയാണ്, UPI എന്നൊരു സാധനം വരുന്നുണ്ട്, നിങ്ങളുടെ ബിസിനസ്സിന് റിസ്ക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊമോട്ടർ അത് ചിരിച്ച് തള്ളുകയല്ലാതെ അല്ലേ, അതായിരിക്കും റിയാക്ഷൻ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. പക്ഷേ അതുപോലെ തന്നെ ഇന്നത്തെ AI കാലഘട്ടത്തിൽ നമ്മളുടെ ബിസിനസ്സിന് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഒന്നും മാത്രമല്ല കോമ്പറ്റീഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ക്യാൻ ബി ഫ്രം എ ടോട്ടലി ഡിഫറെൻറ്റ് ഇൻഡസ്ട്രി. അപ്പോൾ അത്തരം ഒരുപാട് റിസ്കുകൾ ഇനി വരുന്ന കാലങ്ങളിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും AI വന്ന് റീപ്ലേസ് ചെയ്ത് തന്നെ പോകാം. അൺപ്രഡിക്റ്റബിൾ ആയി മാറിയിട്ടുണ്ട്. അൺപ്രഡിക്റ്റബിൾ ആണ്. നമ്മുടെ ബിസിനസ്സിൻ്റെ റെലവൻസ് തന്നെ ക്വസ്റ്റ്യനബിൾ ആണ്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ. നമ്മൾ എല്ലാം ബിസിനസ്സിലേക്ക് തന്നെ ഇങ്ങനെ റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഹിറ്റ് കിട്ടുമ്പോൾ നമുക്ക് റിലയബിൾ ചെയ്യാൻ വേറെ ഒരു അസറ്റ് ക്ലാസ് ഇല്ല. ഓക്കെ. അപ്പോൾ ബിസിനസ് അല്ലാതെ നമുക്ക് റിയൽ എസ്റ്റേറ്റ് പോർട്ട്ഫോളിയോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗോൾഡ് ആയിക്കോട്ടെ, എന്ന് പറയുന്ന പോലെ മൾട്ടിപ്പിൾ ഓഫ് അസറ്റ് ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ അത് നമ്മളുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിൻ്റെ ഒരു പോർഷൻ്റെ റീഇൻവെസ്റ്റ്മെൻറ്റായിട്ട് ഓഫ് കോഴ്സ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റ് വരില്ല, ഗ്രോത്ത് വരില്ല. പക്ഷേ അവിടെയാണ് നമ്മളൊരു ഇക്വിലിബ്രിയം കണ്ടെത്തേണ്ടത്. എത്ര പെർസെൻറ്റേജ് ആയിരിക്കണം ഞാൻ ബിസിനസ്സിന് വേണ്ടി റീഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എത്ര പെർസെൻ്റ് ആയിരിക്കണം ഞാൻ പേഴ്സണലി വിഡ്രോ ചെയ്ത് പേഴ്സണൽ അസറ്റ്സ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഓക്കെ. ഇതിനെ നമ്മളൊരു പോളിസി ആയിട്ട് കൊണ്ടുവന്ന് അതിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഈ റിക്വയർമെൻറ്റ്സിൻ്റെ പിന്നാലെ ഒരു ഫയർ ഫൈറ്റിംഗ് ആയിരിക്കും. അതെ. എനിക്ക് തോന്നുന്നു ഇപ്പം എസ്പെഷ്യലി ആഫ്റ്റർ കോവിഡിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു ഈവൻ ഇപ്പം AI ഭയങ്കര പോപ്പുലറായിട്ട് വരുന്നു. അപ്പം ബിസിനസ്സുകളുടെ ആ ഒരു ഷെൽഫ് ലൈഫ് ഭയങ്കരമായിട്ട് ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? കാരണം വെച്ചാൽ പണ്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അതിനൊരു റീസണബിൾ ലൈഫ് സൈക്കിൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാമായിരുന്നു. പക്ഷേ ഇന്നത് നമുക്ക് ഭയങ്കര അൺപ്രഡിക്റ്റബിളായി. ഇപ്പം നേരത്തെ ആ കേസിൽ എക്ലയേഴ്സിൻ്റെ കേസിൽ പറഞ്ഞ പോലെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഭയങ്കര സ്റ്റേബിളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ആണെന്ന് നമുക്ക് മേ ബി ഇപ്പോൾ തോന്നുമെങ്കിലും ഒന്നും പറയാൻ പറ്റത്തില്ല. മേ ബി നെക്സ്റ്റ് ഇയർ ഇൻഡസ്ട്രീൻ്റെ കഥ മുഴുവൻ മാറി പറഞ്ഞേക്കാം. എനിക്കത് പല ആളുകളും ഇപ്പോൾ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത് ഇവർ പറഞ്ഞു കേൾക്കാറുള്ളതെന്ന് വെച്ചാൽ, ഓക്കെ ഞാനിപ്പം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര റിട്ടേൺസ് കിട്ടും, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര റിട്ടേൺസ് കിട്ടും, പക്ഷേ എൻ്റെ ബിസിനസ്സിൽ എനിക്ക് നിലവിൽ ഇത്ര റിട്ടേൺസ് ആണ് കിട്ടുന്നത്. പക്ഷേ ഇറ്റ്സ് നോട്ട് ഓൾവേസ് അബൌട്ട് ചേസിങ് ദ റിട്ടേൺസ് അല്ലേ? കാരണം അതൊരു പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക. നമ്മൾ ഈവൻ ബിസിനസ്സും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു അസറ്റ് തന്നെയാണ് അല്ലേ? ആ ഒരു പോർട്ട്ഫോളിയോ കൃത്യമായിട്ട്
മാനേജ് ചെയ്യുക, റിസ്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ബിസിനസ്സിലാണ്. അസറ്റ് തന്നെയാണ്. കാരണം ബിസിനസ്സിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ നന്നായി സ്കെയിലപ്പ് ചെയ്തു ആസ് എ പ്രൊമോട്ടർ. അതായത് ബിസിനസ്സിന്റെ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് എപ്പോഴും പ്രൊമോട്ടർ മാറി നിന്നാൽ പോലും നമുക്കൊരു സിഇഒനെയോ അല്ലെങ്കിൽ ഒരു ജനറൽ മാനേജറെയോ ആ ടേം നമ്മൾ ഉപയോഗിച്ച് എന്ത് ടേം ഉപയോഗിച്ചാലും അവരെ യൂസ് ചെയ്തുകൊണ്ട് ആ ബിസിനസ് റൺ ചെയ്തുകൊണ്ട് പോകാൻ പറ്റി അതിൽ നിന്ന് നമുക്ക് ഇൻകം വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഐഡിയൽ സിനാരിയോ എന്ന് പറയുന്നത്. അവിടേക്ക് എത്താനാണ് എല്ലാവരും ആസ്പെർ ചെയ്യുന്നത്. പല ആളുകളും അതിനകത്തോട്ട് എത്തിയിട്ടില്ല, അതുകൊണ്ട് ആ രീതിയിൽ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ചിന്തിക്കുന്നില്ല. അവിടേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഇത് ബിസിനസ് വളരെ നല്ലതാണ്. അതെ. പക്ഷേ നമ്മൾ ഒരിക്കലും അതിലേക്ക് എത്തുന്നുമില്ല. ഈ പറഞ്ഞ പോലെ വീണ്ടും വീണ്ടും അതിനകത്തെല്ലാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, നമ്മൾ തന്നെ അതിന്റെ പുറകിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനാരിയോ ആണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ കുറച്ചും കൂടി ഒരു തോട്ട് പ്രോസസ്സിൽ കുറച്ചും കൂടെ മാറ്റം വരണം. ഒരു സിസ്റ്റംസ് ആൻഡ് പ്രോസസ്സ് നമ്മൾ ബിസിനസ്സിൽ കൊണ്ടുവരണം. പലപ്പോഴും നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് പ്രൊമോട്ടേഴ്സിന് ബിസിനസ് വേറൊരാളെ ഏൽപ്പിക്കാൻ ഒരു ബിൽഡിംഗ് അല്ല അവർ. ചിലപ്പോൾ ബിസിനസ് ആ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടാവും. പക്ഷേ ഇവർ ആ തോട്ട് പ്രോസസ്സിലേക്ക് വരില്ല. ഞാനില്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല, ഇത് മുമ്പോട്ട് പോവില്ല എന്ന് പറഞ്ഞെല്ലാം നമ്മൾ തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അതിലേക്കൊന്ന് മാറ്റി ചിന്തിക്കുകയും നമ്മൾ അവിടെ നിന്ന് മാറുകയും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചിലപ്പോൾ അടുത്ത ബിസിനസ് തുടങ്ങാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പൈസ കുറച്ച് അപ്പം ബിസിനസ്സിൽ തന്നെ ഇതാണ് ഡൈവേഴ്സിഫൈ ചെയ്യാം. ഒരു സെയിം ബിസിനസ്സിൽ തന്നെ നിൽക്കുന്നതിലുപരി ബിസിനസ്സിൽ തന്നെ ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുവരാം. അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാര്യം പറഞ്ഞതുപോലെ നമുക്ക് വലിയ റിസ്ക് ഇല്ലാതെ വെറുതെ ഒരു നിഫ്റ്റി 50 എന്ന് പറയുന്ന ഇന്ത്യയുടെ ടോപ്പ് 50 ഇൻഡെക്സിൽ ഇട്ടാൽ പോലും ഒരു 12% റിട്ടേൺ എന്നുള്ളത് നമുക്ക് ഓൺ ആൻ ആവറേജ് എല്ലാ വർഷവും കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടില്ലെങ്കിൽ പോലും ഓൺ ആൻ ആവറേജ് ഒരു 5 ഇയർ പീരീഡ് എബവ് 5 ഇയർ പീരീഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു 12% റിട്ടേൺ എന്നുള്ളത് നമുക്ക് നമ്മളുടെ ഇൻവോൾവ്മെൻറ്റ് ഇല്ലാതെ പാസീവായിട്ട് ഏൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്രയും ടൈമും എഫേർട്ടും എനർജിയും റിസ്ക്കും സ്പെൻഡ് ചെയ്തുകൊണ്ട്, കാരണം മറ്റേതിൽ റിസ്ക് ഉണ്ടെന്ന് ചോദിച്ചുകൊണ്ട്, പക്ഷേ ടോപ്പ് 50 കമ്പനീസിന്റെ റിസ്ക് ആണ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു അവർ ഓൺ ബിസിനസ്. അപ്പോൾ അതിൻ്റെ ഡബിളോ അല്ലെങ്കിൽ ട്രിപ്പിളോ റിസ്ക് എടുത്തതിന് ശേഷം പല ബിസിനസ്സിലും ഈ 12% CAGR കിട്ടുന്നില്ല. അതെ. അപ്പോൾ അവിടെയാണ് ഇതൊരു അത് വെച്ച് നോക്കുമ്പോൾ ഇത്രയും നമ്മൾ എടുക്കുന്ന ടൈം, നമ്മൾ ഇത്രയും മെനക്കേടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടും എനർജിയും വർത്ത് ആണോ അല്ലയോ എന്നൊരു ക്വസ്റ്റ്യൻ ഒക്കെ ഇതിനകത്ത് അതൊക്കെ ഇതിൻ്റെ പാർട്ടാണ്. ശരിക്കും ബിസിനസ് ഓണേഴ്സും ആക്ച്വലി അവരുടെ റിട്ടയർമെൻറ്റ് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യേണ്ടതല്ലേ? കാരണം പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് തിങ് റിട്ടയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ വളരെ കുറവാണ്. ഇനി അതിൽ തന്നെ ബിസിനസ് ഓണേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോഴത്തേക്കും ഇവർ മേ ബി വിചാരിക്കുന്നത്, ഇപ്പം ഞാനിപ്പം സാലറീഡ് ആയിട്ടുള്ളൊരു എംപ്ലോയി ആണെങ്കിൽ മേ ബി ഞാൻ വിചാരിക്കും ഓക്കെ 60ാമത്തെ വയസ്സിൽ ഞാൻ റിട്ടയർ ചെയ്യുവാണ് എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൽ മേ ബി പിന്നെയും കുറച്ച് റിട്ടയർമെൻറ്റിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമായിരിക്കും. പക്ഷേ പല ബിസിനസ് ഓണേഴ്സിനോട് സംസാരിക്കുമ്പം ഇവരുടെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഓക്കെ ഇവർക്ക് ഇവരുടെ ലൈഫിൻ്റെ എൻഡ് വരെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുക, റിട്ടയർമെൻറ്റിൻ്റെ ഒരു ആവശ്യമില്ല എന്നുള്ളൊരു പെർസെപ്ഷനിൽ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു മാറ്റം വരേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ? തീർച്ചയായിട്ടും. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇവരുടെ കുറച്ചും കൂടെ വിഷൻ ഇമ്പോർട്ടൻ്റ് ആയി വരും. നമ്മൾ നേരത്തെ ഒരു ആസ്പെക്ട് പറഞ്ഞാൽ ബിസിനസ് ആണെങ്കിൽ തന്നെയും സെയിം ബിസിനസ് നല്ല രീതിയിൽ പോകുന്ന ബിസിനസ് തന്നെ നമുക്കൊരു സിസ്റ്റത്തെ ഉപയോഗിച്ച് അത് റൺ ചെയ്ത് നമുക്കതിൽ നിന്ന് മാറി നമ്മുടെ പേഴ്സണൽ ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാം, നമ്മുടെ പാഷൻസ് നമുക്ക് എൻജോയ് ചെയ്യാം. പക്ഷേ ഈ റിട്ടയർഡ് ലൈഫ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ കംപ്ലീറ്റ്ലി മാറി വീട്ടിലിരിക്കുന്ന ഒരു അവസ്ഥയല്ല. പെട്ടെന്ന് റിട്ടയർമെന്റ് നമ്മൾ അങ്ങനെയാണ് തെറ്റിദ്ധരിക്കുന്നത്. ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ 60 വയസ്സിനാവുന്നു, പിന്നെ പുള്ളിക്ക് ജോലിക്ക് പോകാനാവുന്നില്ല, പുള്ളി വീട്ടിലിരിക്കുന്നു. അപ്പോൾ ബിസിനസ്സുകാർ അങ്ങനത്തെ ഒരു അവസ്ഥ എനിക്കില്ലല്ലോ എന്നുള്ളത് വെച്ചിട്ടാണ് ഇവർ റിട്ടയർമെന്റിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുന്നത്. റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും അങ്ങനെയല്ല, നമ്മളുടെ ഇൻവോൾവ്മെന്റ് ആണ് നമ്മൾ കുറയ്ക്കുന്നുള്ളൂ. അതിപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഔട്ട് ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ നേരത്തെ തന്നെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ കണ്ടുവന്നിട്ടുള്ള കൊച്ചൗസേപ്പ് ചെറ്റിലപ്പള്ളി V-Guardന്റെ ഓണറായിട്ടുള്ള പ്രൊമോട്ടറായിട്ടുള്ള സാർ ഏകദേശം ലാസ്റ്റ് 10 വർഷമായിട്ട് V-Guardന്റെ ഒരു ബിസിനസ്സിലും സാർ ഇൻവോൾവ് അല്ല. ലാസ്റ്റ് 10 years ആയിട്ട്. സാർ അതിന് ശേഷമാണ് ഈ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ഫോം ചെയ്യുകയും അത്തരം, കാരണം ഈ പുള്ളിയുടെ പാഷൻ കിടക്കുന്നത് അത്തരം ഏരിയകളിലായിരുന്നു. അപ്പോൾ അതിലേക്ക് സാറ് കുറച്ചും കൂടി ഡീപ്പായിട്ട് ഇൻവോൾവ് ആയി. നമുക്കിപ്പോൾ കാക്കനാട് കാണുന്ന ഒരു അത്രയും വലിയൊരു പാർക്ക് പുള്ളി കൊണ്ട് സ്ക്വയർ. അതുപോലെ V-Guard ബിൽഡേഴ്സിലേക്ക് വന്നു. അപ്പോൾ ഇതൊക്കെ ആ ഒരു സമയത്ത് ഇല്ലാതിരുന്ന ബിസിനസ്സുകളാണ്. അപ്പോൾ ബിസിനസ്സിൽ നിന്ന് റിട്ടയർ ആയതിനു ശേഷം അത്രയും ഫ്രീ ടൈം കിട്ടിയതിന് ശേഷം സാറ് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളിൽ സ്പെൻഡ് ചെയ്യുന്നതിൽ മൂലം ക്രിയേറ്റ് ആയി വന്ന അടുത്ത ബിസിനസ് ഓപ്പർച്യൂണിറ്റികളാണ്. അപ്പോൾ ഇത്തരം ഒരുപാട് അവന്യൂസ് നമ്മുടെ മുമ്പിൽ ഓപ്പൺ ആണ്. പക്ഷെ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കണമെങ്കിലും അത്തരം ഐഡിയാസ് നമുക്ക് വരണമെങ്കിലും ഇത്തരം ഫയർ ഫൈറ്റിങ്ങിൽ നിന്ന് നമ്മളൊന്ന് റിലീവ് ആവണം. അപ്പോൾ അതാവാത്തത് കൊണ്ട് തന്നെയാണ് ചിലപ്പോൾ നമ്മളുടെ എല്ലാം ഉള്ളിൽ, അല്ലെങ്കിൽ ഈ ബിസിനസ്സുകാരുടെ എല്ലാം ഉള്ളിൽ ഇത്തരം പല ഐഡിയാസ് കിടപ്പുണ്ടാവും. പക്ഷെ അത് എക്സിസ്റ്റിംഗ് ബിസിനസ്സിൻ്റെ ഒരു ഫയർ ഫൈറ്റിൽ കിടക്കുന്നത് മൂലം അതൊന്ന് നോക്കി ഒന്ന് പോളിഷ് ചെയ്തെടുക്കാനോ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് പോകാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആസ്പെക്ട്. അതുപോലെ രണ്ടാമത്തെ ആസ്പെക്റ്റ് ആണെന്നുള്ളതാണ് പേഴ്സണൽ ലൈഫ്. പലപ്പോഴും നമുക്ക് നമ്മുടെ പല കാര്യങ്ങളും പേഴ്സണലി നമുക്ക് ഇഷ്ടപ്പെടും. ചിലപ്പോൾ ചിലവർക്ക് ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷേ ബിസിനസ്സിൽ നിന്നൊന്ന് വിട്ടു നിൽക്കാൻ സാധിക്കാത്തത് മൂലം പലതും പോസ്റ്റ്പോൺ ചെയ്ത് വെക്കുന്നുണ്ട്.
അതുപോലെ പിള്ളേരുടെ ഒപ്പം സ്പെൻഡ് ചെയ്യുന്നതായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ചില ആൾക്കാർക്ക് ഗാർഡനിങ് ആയിരിക്കാം, അങ്ങനെ ഒരുപാടാണ്. അവരവർക്ക് എന്താണോ താല്പര്യം എന്ന് വെച്ചാൽ ആ ഒരു പേഴ്സണൽ ടൈം സ്പെൻഡ് ചെയ്യാനും ഈ യൂസ് ചെയ്യാവുന്ന ഒരു സമയമാണ് നമ്മൾ റിട്ടയർമെൻറ്റ് ലൈഫ് എന്ന് കോമൺലി വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ അത്തരം പേഴ്സണൽ താല്പര്യങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു ടൈം ഫ്രെയിം അതിനകത്ത് ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ സാലറിഡ് എംപ്ലോയീസ് ആയതുകൊണ്ട് മിക്കവാറും ഒരു 58 അല്ലെങ്കിൽ 60 എന്നൊരു ഏജ് കട്ട് ഓഫ് ഉണ്ട്. ബിസിനസ്സുകാർക്ക് അത് സ്വയം വെക്കേണ്ടതാണ്. ഓക്കെ. ആ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്തത് കൊണ്ടുവരാത്തത് കൊണ്ടാണ് ഇതിലേക്ക് പലപ്പോഴും പോകാൻ പറ്റാത്തത്. പക്ഷേ അവർ തന്നെ ഒരു ഏജ് ഫിക്സ് ചെയ്യണം, ഒരു 60 അല്ലെങ്കിൽ വേണ്ട 65 അല്ലെങ്കിൽ 70, വാട്ട് എവർ ഇറ്റ് മേ ബി. അത് ഓരോരുത്തർക്കും ചിലപ്പോൾ ഡിപ്പെൻഡബിൾ ആയിരിക്കാം. അത് ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ നന്നായി പ്ലാൻ ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. ഓക്കെ.